അമേരിക്കയിലെ ഒറിഗൺ തീരത്ത് കടലിനടിയിലുള്ള ആക്സിയൻ സീമൗണ്ട് എന്ന അഗ്നിപർവ്വതം ഈ വർഷം അവസാനത്തോടെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ. വടക്കു കിഴക്കൻ പസഫിക്കിൽ കനാൽ ബീച്ചിന് സമീപം 1.4 കിലോമീറ്റർ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 1918, 2011, 2015 വർഷങ്ങളിൽ പൊട്ടിത്തെറിച്ച് സജീവമായ അഗ്നിപർവ്വതമാണിത്. 1100 മീറ്റർ ഉയരവും 2 കിലോമീറ്റർ വ്യാസവുമുള്ള ആക്സിയൽ സീമൗണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1400 മീറ്റർ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗ്നിപർവ്വതത്തിന്റെ ഉപരിതലം കൂടുതൽ വീർത്തുവരുന്നതിനാൽ ഭൂകമ്പങ്ങളുടെ ആവൃത്തി അടുത്തിടെ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു പൊട്ടിത്തെറിക്കായി അടുത്തിരിക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 1000ഓളം ഭൂചലനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ഗവേഷകർ പറയുന്നു. ഈ വർഷം അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാനാണ് സാധ്യതയെന്ന് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഓഷ്യാനോഗ്രഫിയിലെ മറൈൻ ജിയോഗ്രഫിസ്റ്റും പ്രൊഫസറും വില്യൻ വിൽഗോക്ക് പറഞ്ഞു. 2015 ഏപ്രിലിൽ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 10,000 ചെറിയ ഭൂചലനങ്ങളാണ് ഉണ്ടായതെന്നും വിൽഗോക്ക് പറഞ്ഞു. മുൻ സ്ഫോടനങ്ങളിൽ കടലിലെ ചെറിയ സസ്യങ്ങൾ ലാവാ പ്രവാഹങ്ങളാൽ കത്തിനശിച്ചു. എന്നാൽ 3 മാസത്തിനുള്ളിൽ തഴച്ചു വളരുകയുമായിരുന്നു. 2015 മുതൽ 2023 വരെ നിർജീവമായിരുന്നു അഗ്നിപർവ്വതം. 2023 അവസാനത്തോടെയാണ് വീണ്ടും സജീവമാകാൻ തുടങ്ങിയത്. 2024 തുടക്കത്തോടെ അഗ്നിപർവ്വതത്തിലെ സൂചനകൾ തീവ്രമായി. ലോകത്ത് സ്ഥിരമായും സൂക്ഷ്മമായും നിരീക്ഷിക്കപ്പെടുന്ന സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ആക്സിയൻ സീമൗണ്ട്. അതിനാൽ തന്നെ വിപുലമായ മുന്നറിയിപ്പ് സംവിധാനമാണ് ഈ അഗ്നിപർവ്വതത്തിനുള്ളത്.